Good evening, learners. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ദേശീയ വരുമാനത്തിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകളാണ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്, അത് 3 പ്രധാനമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ പോരായ്മകളും നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് ആ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ. അത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് മീൻസ്? സാധാരണ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഷോർട്ട് നോട്ടാണിത്. ഇത് പ്രധാനമായിട്ട് ഞാനത് ഒരു എസ്സേ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഷോർട്ട് നോട്ട് അവർ പലപ്പോഴും ചോദിക്കും വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. അപ്പോൾ അത് പല കുട്ടികൾക്കും അത് വ്യക്തമായിട്ട് അത് ഒരു ധാരണയില്ല. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ദ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ വൺ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഒരു രാജ്യവും മറ്റ് രാജ്യങ്ങളായിട്ട്, ഇപ്പൊ ഇന്ത്യ മറ്റു രാജ്യങ്ങളായിട്ട് ഏതെല്ലാം വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുവോ ഇതെല്ലാത്തിൻ്റെയും നമ്മൾ അക്കൗണ്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പൊ അക്കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് സർപ്ലസ് വരും, അല്ലെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് വരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടാവില്ല, ബാലൻസ് ഉണ്ടാവും, പിന്നെ ബാലൻസ്ഡ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇറ്റ്സ് എ സമ്മറി ഓഫ് ഓൾ ദ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ a country, between our country or between a country and the rest of the world. അപ്പോൾ ആ റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ ചിലപ്പോൾ ഇൻഡിവിജ്വലി ഗവൺമെന്റ് ബോഡീസ് ആകാം. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ വിസിബിളും അതുപോലെ തന്നെ നോൺ വിസിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ ഗുഡ്സ് നമ്മൾ യഥാർത്ഥത്തിൽ അത് വിസിബിൾ ഐറ്റംസ് ആണ്. നമ്മൾ ഇവിടുന്ന് കുറെ സിമെന്റ് കയറ്റി എടുക്കുന്നു, അത് വിസിബിൾ ഐറ്റമാണ്. ഗോതമ്പ് കയറ്റി എടുക്കുന്നത് അത് വിസിബിൾ ഐറ്റംസ് ആണ്. പക്ഷെ വിസിബിൾ അല്ലാത്ത കുറെ ഐറ്റംസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, മറ്റ് സർവീസസ്, ഇൻഷുറൻസ്, ഇതെല്ലാം നോൺ വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ 4 പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഇന്ത്യയിൽ താമസിക്കുന്ന റെസിഡൻസ് എന്തെല്ലാം മേഖലകളിൽ കൂടി മറ്റ് രാജ്യത്ത് നിന്ന് അവർക്ക് എന്തെല്ലാം മാർഗങ്ങളിൽ കൂടി വരുമാനം ഇങ്ങോട്ട് കിട്ടും. രണ്ടാമതായിട്ട് ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ക്യാപിറ്റൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ കൂടി എന്തുമാത്രം പൈസ കിട്ടും. രണ്ടാമത് ക്യാപിറ്റൽ, മൂലധനം. ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തേക്ക് മൂലധനം ഒഴുകാറുണ്ട്. അത് എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ, ഇതെല്ലാം പറഞ്ഞാൽ എന്താണെന്ന്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ നമ്മൾക്ക് മറ്റു രാജ്യത്ത് നിന്ന് മൂലധനം നമ്മുടെ രാജ്യത്തിലേക്ക് ഒഴുകാറുണ്ട്. ദെൻ ഇതുപോലെ തന്നെ നമ്മുടെ വാട്ട് ദ റെസിഡൻസ്, നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഗീവ് സംതിങ് ടു ദ കൺട്രി ഫ്രം വിച്ച് വി ആർ ഇമ്പോർട്ടിങ്. അപ്പോൾ നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് നമ്മൾ ഓൺ അക്കൗണ്ട് ഓഫ് പർച്ചേസ് ഓഫ് ഓൾ ദ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് പണം കൊടുക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഡി ഐ ആയിട്ടോ അല്ലെങ്കിൽ FPI ആയിട്ടോ കൊടുക്കുന്ന എമൗണ്ടുകൾ. അപ്പൊ ഇതൊരു നമ്മളുടെ ഈ കൊമേഴ്സിൽ നമ്മൾ ബാങ്കിങ്ങിന്റെ ഒക്കെ നമ്മൾ പറയും എന്താണ്, ഒരു ബാലൻസ് ഷീറ്റ്. അപ്പൊ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമുക്ക് കിട്ടാനായിട്ടുള്ള എമൗണ്ടുകളെല്ലാം ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തുകയും മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ ഡെബിറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ഓൾവേസ് ബാലൻസ്ഡ്. വൈ? Because it is maintained by double entry book keeping system. Sources of funds for the economy are, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം മേഖലയിൽ നിന്ന് ഫണ്ട് കിട്ടും? ഒന്ന് എക്സ്പോർട്സ് ഓർ റെസിറ്റ്സ് ഓഫ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് ഐറ്റം ആയിട്ട് പറയും. അതുപോലെ തന്നെ യൂസ് ഓഫ് ഫണ്ട്സ്, നമ്മൾ മറ്റ് രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലേക്ക് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഈ എമൗണ്ട് എല്ലാം നമ്മൾ ഡെബിറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് രണ്ട് പാർട്സ് ആണ് ഉള്ളത്. ഒന്ന് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഓൺ കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തേത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഓൺ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it includes all transactions related to the exchange of goods and services and unilateral transfers. അതിനകത്ത് ഒരു ബാക്കിയെല്ലാം അറിയാം, ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇതാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. അതായത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു വരുമാനമാണത്.
സേ ഫോർ എക്സാമ്പിൾ മറ്റു രാജ്യത്ത് നിന്ന് നമുക്ക് ഡൊണേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് കിട്ടുന്നു. ഇതൊക്കെ നമുക്ക് ഒന്നും തിരിച്ച് കൊടുക്കാറില്ല നമ്മൾ. നേരെ മറിച്ച് നമ്മൾ കുറെ ഏതെങ്കിലും ഗോതമ്പോ അരിയോ മറ്റു എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് തിരിച്ച് പൈസ കൊടുക്കണം. സോ ഗിഫ്റ്റ്സ്, ഡൊണേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ തിരിച്ചൊന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല. But we will be grateful to that country which has actually donated. That's all. So it deals with the payment of currently produced goods and services. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഓൺ കറണ്ട് അക്കൗണ്ട് ഏതെല്ലാം ഐറ്റംസ് ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? ഒന്ന്, ബാലൻസ് ഓഫ് ട്രേഡ്, വ്യാപാര ബന്ധങ്ങളിൽ കൂടി ഉണ്ടാവുന്ന മിച്ചം. ഡെഫിസിറ്റ് ആണെങ്കിൽ ഡെഫിസിറ്റ്, അല്ലെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ്. ദെൻ ബാലൻസ് ഓഫ് സർവീസസ്. ഞാൻ പറഞ്ഞു ബാലൻസ് ഓഫ് ട്രേഡ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ബാലൻസ് ഓഫ് ഫിസിക്കൽ ഗുഡ്സ് ബട്ട് ഓൾസോ ഇൻവിസിബിൾ ഗുഡ്സ്. ഏതൊക്കെയാണ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ട്രാവൽ ആകാം, ടൂറിസം ആകാം, ഇൻഷുറൻസ് ആകാം, ബാങ്കിങ് ആകാം, ന്യൂസ് ഏജൻസി സർവീസസ് ആകാം, എയ്ഡ് ആകാം, ട്രാൻസ്ഫേഴ്സ് ആകാം. അതേപോലെ തന്നെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, എയ്ഡ്, ഗിഫ്റ്റ്സ്. ഇതൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെല്ലാമാണ്? ഇറ്റ് റെക്കോർഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് വിച്ച് കോസ് എ ചേഞ്ച് ഇൻ ദി അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഓഫ് എ കൺട്രി. അപ്പോൾ അസറ്റുകളോ ലയബിലിറ്റീസിനോ ബാധ്യതയോ അല്ലെങ്കിൽ നമുക്ക് ആസ്തിയോ ഒരു വ്യത്യാസം വരുത്തുന്ന എന്തെല്ലാം മേഖലകളാണോ ഇതെല്ലാമാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഏതൊക്കെയാണപ്പോ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ FDI മീൻസ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപം നടത്തുന്നത്. അവർക്ക് വേണമെങ്കിൽ അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാം, അവർക്ക് ഉൽപ്പാദിപ്പിക്കാം, അവരുടെ ബ്രാൻഡിൽ തന്നെ ഇന്ത്യയിൽ വിറ്റഴിക്കാം. മനസ്സിലായോ? മുൻകാലങ്ങളിൽ ഇതെല്ലാം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ മാരുതി സുസുക്കി, മനസ്സിലായോ? ഹീറോ, ഹോണ്ട, അതേപോലത്തെ ഉള്ള കമ്പനികൾ അവരുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് നിക്ഷേപം നടത്തുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് FDI എന്ന് പറയുന്നത്. അപ്പോ അവര് ആ കമ്പനിയെ അവർ അക്വയർ ചെയ്യുന്നതിന് അതിൽ നിന്ന് കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന സർപ്ലസ് ആയിട്ടുള്ള പ്രോഫിറ്റ് അവർക്ക് വേണമെങ്കിൽ അവരുടെ രാജ്യത്തിലേക്ക് റീപാട്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. നേരെ മറിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഓഹരികൾ മേടിക്കും. അതിനെ പറഞ്ഞ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ ഏത് കമ്പനിയുടെ ഓഹരിയാണ് മേടിക്കുന്നത് അതിൻ്റെ അകത്ത് അവർക്ക് കൺട്രോൾ ഇല്ല. They can just boast that they are the owners of such and such a company. മനസ്സിലായോ? അപ്പോ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രീതിയിലുണ്ട്. FDI ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മൾ ലോൺ എടുക്കും അത്യാവശ്യമാണെന്ന് കാണുമ്പോൾ. നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന്, പ്രത്യേകിച്ച് IMF-ൽ നിന്നോ വേൾഡ് ബാങ്കിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ നമ്മൾ ലോൺ എടുക്കും. അപ്പൊ ഇതായിട്ട് ഓവറോൾ ആയിട്ടുള്ള ഓവറോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്ര മതി. ഓക്കെ, ഇത് നമ്മൾ അടുത്ത പ്രധാനമായിട്ടുള്ള ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ സിസ്റ്റംസ്. ഈ മാക്രോ ഇക്കണോമിക്സ് അല്ലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാക്രോ ഇക്കണോമിക്സിന്റെ ബുക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതപ്പോ ശ്രദ്ധിച്ചിരിക്കണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ PPT എടുക്കാതെ തന്നെ നിങ്ങളുടെ ബുക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കെയ്ൻസ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നതാണ്. ഇക്കോണമിസ്റ്റ് അതായത് കെയ്ൻസ് വന്നത് 1936 കെയ്ൻസിന്റെ ആ മാഗ്നം ഓപ്പസ് പ്രധാനപ്പെട്ട വർക്കായിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് കെയ്ൻസിന് മുമ്പ് ഉണ്ടായ ഇക്കോണമിസ്റ്റുകളെ അവര് കെയ്ൻസ് വിളിക്കുന്നത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്ന് പറയും. ആ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ആരൊക്കെയായിരുന്നു? നമ്മൾ പറയാം ആഡം സ്മിത്ത്, ദ ലീഡർ ഓഫ് ദ ഫാദർ ഓഫ് ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്, ഡേവിഡ് റിക്കാർഡോ, ജോൺ സ്റ്റുവർട്ട് മിൽ, ഇവരെല്ലാമാണ് നമ്മളുടെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം 48 ശേഷം വന്ന ആളുകളെയാണ് അവർ പറയുന്നത് നിയോ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഹെഡഡ് ബൈ ആൽഫ്രഡ് മാർഷൽ ആൻഡ് AC Pigou. അപ്പോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ, ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഏതെല്ലാമാണ്. ഒന്ന് അവർ പറയുന്നത് മൈക്രോ ഇഷ്യൂസ് ആണ്. ദെൻ
രാജ്യത്തിൽ പെർഫോം ചെയ്യുന്ന ഇക്കണോമിക് ഏജൻസ്, അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം ഇക്കണോമിക് ഏജൻസ് രണ്ടുപേരാണ് പ്രധാനമായിട്ട്. ഒന്ന് ഫേമുകൾ, രണ്ടാമത് ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ എ ഫേം മാക്സിമൈസ് പ്രോഫിറ്റ് സബ്ജക്ട് ടു ദ റിസോഴ്സ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അവർക്ക് എത്രമാത്രം വേണമെങ്കിൽ ലാഭം ഉണ്ടാക്കാം, പക്ഷേ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ വേണം. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമൈസിങ് പ്രോഫിറ്റ് അല്ല, പക്ഷേ മാക്സിമൈസിങ് യൂട്ടിലിറ്റി ആണ് ഗിവൺ ദർ അവർക്ക് ഓരോരുത്തർക്കും. അപ്പൊ പിന്നെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്ട് ടു ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. മനസ്സിലായോ? ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്ട് ടു ദ അവൈലബിലിറ്റി ഓഫ് എന്താണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. അവർക്ക് എന്നുള്ള പൈസ വേണം. ഇപ്പൊ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അവർ പറയുകയാണ് the variables such as price level, wage rate and output level should be determined by the market forces. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. മൈക്രോ ഇക്കണോമിക്സിൽ പറയുന്നത് പോലെ തന്നെ എല്ലാത്തിൻ്റെയും മൂല്യം, ഇത് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതാണ് ക്ലാസിക്കലി അപ്രോച്ചിന്റെ ആദ്യത്തെ ഇത്. ദ ലെസ് എഫെയർ. എന്താ ലെസ് എഫെയർ? മീൻസ് ലെറ്റ് ഇറ്റ് ബി ഓർ ലെറ്റ് യു ഡു, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് എലോൺ. ഇത് ഫ്രഞ്ച് വാക്കാണ്. ലെസ് എഫെയർ, ലേസസ് ഫെയർ എന്ന് പറയൂല, ലെസ് ഇസെറ്റ് പ്രൊനൗൺസ് ചെയ്യില്ല, ലെസ് എഫെയർ. അവര് പറയുന്നത് മനസ്സിലായോ? ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണ്. ആഡം സ്മിത്ത് പറയുന്നതാണ്. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് ജനങ്ങൾ അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുടെ പിന്നാലെ പോകാനായിട്ട് അനുവദിക്കുക. ഗവൺമെന്റ് യാതൊരു കാരണവശാലും ഇവരുടെ കാര്യത്തിൽ ഇടപെടരുത്. അത്യാവശ്യമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളിൽ ഇടപെടാം. ഒന്ന് ദേശീയ പിന്നെ സുരക്ഷിത കാര്യം, ഡിഫൻസിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സർട്ടൻ പബ്ലിക് വർക്ക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മറ്റ് ബിസിനസ് കാര്യങ്ങളൊക്കെ വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ വിട്ടുകൊടുക്കുക. ദെൻ അടുത്തതാണ് ഇൻവിസിബിൾ ഹാൻഡ്. മൈക്രോ ഇക്കണോമിക്സിൽ ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. എങ്ങനെയാണ്? ആരും പറയുന്നില്ല. ഡിമാൻഡ് കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടുമെന്നോ, അല്ലെങ്കിൽ പിന്നെ സപ്ലൈ കൂടുമ്പോൾ വില കുറയുമെന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഫോഴ്സസ് ആരുടെയും പ്രേരണ കൂടാതെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദാറ്റ് ഈസ് ദ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ബിലീവ്ഡ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്. എന്താണ് ആ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞത്? ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, കൊട്ടേഷൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഒരു ബുച്ചർ, വാട്ട് ഈസ് ബുച്ചർ? ആടുമാടുകളെയൊക്കെ അറുക്കുന്ന ആളുകളെ പറയുന്നത്, കൊന്ന് വിൽക്കുന്ന ആളുകളെ പറഞ്ഞു ബുച്ചർ എന്ന് പറഞ്ഞത്. അത് ബ്രൂവർ മീൻസ് വൈനോ ബ്രാൻഡിയോ ഇതെല്ലാം ഡിസ്റ്റിൽ ചെയ്യുന്ന ആളെ പറഞ്ഞത് ബ്രൂവർ എന്ന് പറഞ്ഞത്. പിന്നെ ബേക്കർ, നിങ്ങൾക്കറിയാം റൊട്ടി. കാരണം ബേക്കർ ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് കാരണം അന്നത്തെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് പിന്നെ റൊട്ടിയാണ്. അല്ലാണ്ട് ചോറും ഗോതമ്പൊന്നും അല്ല, പക്ഷെ റൊട്ടിയാണ്. ഇപ്പൊ ബ്രെഡ് ഉണ്ട്, പിന്നെ നോൺ വെജിറ്റേറിയൻ പിന്നെ മീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ദേ ക്യാൻ ഹാവ് സം ഡ്രിങ്ക്സ് ഓൾസോ. സോ ഇതെല്ലാം നമുക്ക് ഡിന്നറിന് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾക്ക് അവർക്ക് നമ്മളോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് അവരുടെ പ്രത്യേക താല്പര്യമുണ്ട്. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറെ വരുമാനം കിട്ടും, അതനുസരിച്ച് അവർക്ക് ലാഭം കിട്ടുകയും ചെയ്യും. അതുപോലെ തിരിച്ച് നമ്മള് ഏതെങ്കിലും ഇപ്പൊ ബുച്ചറിന്റെ അടുത്ത് നമ്മൾ പോയി പിന്നെ ഈ നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ മീറ്റ് മേടിക്കുക, അയ്യോ ആ പാവം അദ്ദേഹം അത് ബുച്ചർ അത് വെട്ടിയിട്ടത് ആരും മേടിക്കുന്നില്ല. അത് കാരണം അയാൾക്കൊരു ദേഹം കാണിക്കാനില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ യൂട്ടിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ന് മേടിക്കുന്നത്, നമ്മുടെ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. ആ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ഇറ്റ് ഈസ് similar. I am not doing a favor to the producer. I am pursuing my own interest. ഞാൻ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഞാൻ ചെന്ന് മേടിക്കുമ്പോൾ അത് ഞാൻ അയാൾക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതല്ല. പക്ഷെ ഞാനത് മേടിക്കുമ്പോൾ കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കാശ് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് സാധനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉപഭോക്താവ്, എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ദെൻ അടുത്തത് കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് ആണ്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അത് പറയാനാണ്. കാരണം വേജും പ്രൈസസും ഫ്ലെക്സിബിൾ ആണ്, കോൺസ്റ്റന്റ് അല്ല, ഫിക്സ്ഡ് അല്ല. അത് കാരണം എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും അവർക്ക് ഈക്വിലിബ്രിയത്തിൽ എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ലേബർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും ഇതെല്ലാം. Equilibrium price is determined at the level where supply and demand are equal.
അപ്പോൾ എന്തിൻ്റെ സപ്ലൈ ആണെങ്കിലും എന്തിൻ്റെ ഡിമാൻഡ് ആണെങ്കിലും അത് ഈക്വൽ ആകുമ്പോഴാണ് ഈക്വലിബ്രിയം എത്തുന്നത്. അപ്പോൾ പ്രൈസ് കോൺസ്റ്റന്റ് അല്ല, വേജ് കോൺസ്റ്റന്റ് അല്ല, ഫിക്സ്ഡ് അല്ല. അങ്ങനെ വരുമ്പോൾ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും an implication is above that there is no unemployment in the economy. എന്താണ് പറയുന്നത്? This that if supply of labor is more than its demand, there will be decline in wage rate. On the other hand, ലേബറിന്റെ ഡിമാൻഡ് ആണ് കൂടുതലാണെങ്കിൽ എന്താണ്? ലേബറിന്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ demand for labor is more, then the wage rate also will be very low. അപ്പൊ അത് അങ്ങനെ പറയുന്നത് എന്താണ്? An implication of the above is that there is no unemployment in the economy. ഏത് സമയത്ത് വേണമെങ്കിലും എല്ലാ റിസോഴ്സസും അവർക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ പറഞ്ഞ പോലെ there is no under utilization of resources. At any time, if there is a demand, they can increase the demand. They can increase the supply of the various goods and services, and therefore there is no possibility of unemployed. Wage rate will decline till all workers are employed, and therefore there is equilibrium in the market at any point. Then അവർ പറഞ്ഞത് perfect competition ആണ്. Perfect competition നിങ്ങൾക്ക് അറിയാലോ എന്താണ്? There is perfect competition and the markets goes on smoothly. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്. കാരണം എന്താണ്? വേജ് റേറ്റും പ്രൈസസ് എല്ലാം ഫ്ലെക്സിബിൾ ആയത് കാരണം ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്. ആൻഡ് പ്രൊഡക്ഷൻ ദെർഫോർ അത് കാരണം ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ്. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഇന്നലെ ബിസിനസ് സൈക്കിൾ പറഞ്ഞ പോലെ ദർ ഈസ് നോ സ്കോപ്പ് ഹിയർ. കാരണം എന്താണ്? എവറിത്തിങ് ഈസ് അറ്റ് ഓൾവേസ് so going by this logic, the classical economists ruled out the possibility of ബിസിനസ് സൈക്കിൾ എന്താണ്? സ്റ്റെബിലൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നം ഒതുക്കുന്നില്ല, ഓവർ പിന്നെ എംപ്ലോയ്മെന്റിന്റെ പ്രശ്നം ഒതുക്കുന്നില്ല, ഡെഫിസിറ്റിന്റെ പ്രശ്നം ഒതുക്കുന്നില്ല. എവറിത്തിങ് വിൽ ഗോ അപ്പ് സ്മൂത്ത്ലി ആൻഡ് therefore there is no scope for ups and downs as in a business cycle. നമ്മൾ പറഞ്ഞ ബിസിനസ് സൈക്കിൾ മനസ്സിലായോ? പിന്നെ ഇൻഫ്ലേഷൻ ഉണ്ട്, റിസഷൻ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, പിന്നെ അതുകൊണ്ട് റിക്കവറി ഉണ്ട്, then goes to inflation. Then says law of market. എന്താണ് JB പറയുന്നതാണ് സപ്ലൈ വിൽ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതെന്താണ് പറയുന്നത്? സപ്ലൈ യു പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധന സേവനങ്ങൾ അത് തന്നെ ചെലവായി പോയിക്കോളും. എങ്ങനെയാണ് അത് ചെലവായി പോകുന്നത്? കാരണം JB പറയുന്നത് when there is production, the factors of production or the orders of the different factors of production will get rewards. ഉൽപാദനം കൂടുമ്പോൾ ഉൽപാദന ഘടകങ്ങൾ അത് എൻഗേജ് ചെയ്യും. അപ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് വരുമാനം കിട്ടും. അപ്പോൾ അവർ എന്ത് ചെയ്യും? They will purchase different goods and services that is produced in the economy. Need not wait for the demand to come up. ഡിമാൻഡ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. You produce, supply means more production. More production means more employment. More employment means more income. More income means more demand for various goods and services. Therefore, the primary concern before an economy is production or supply, not consumption. Then, according to classical economists, economic growth of an economy is due to the increase in the factors of production and ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇതെല്ലാം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടാണ്, ക്ലാസിക്കൽ ഇക്കോണമിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നില്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ലേബർ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, മനസ്സിലായോ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മാർഗമാണ് ദർ ഇസ് എ ലോട്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്. പണം കൂടിയത് കൊണ്ട് ഒരു രാജ്യത്തിലെ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയുള്ളൂ. മണി ഈസ് നോൺ ആസ് എ മീഡിയ ഓഫ് എക്സ്ചേഞ്ച്. സാധന സേവനങ്ങൾ മേടിക്കുന്നതിന് പകരം ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ട്രാൻസാക്ഷൻ എമംഗ് ദ. സോ അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ ഇക്കോണമീസ്, an increase in money supply will not affect output. It only leads to increase in prices. എന്താണ് ഇൻഫ്ലേഷൻ? നാണയപ്പെരുപ്പം. സാധന സേവനങ്ങളുടെ വില ഗണ്യമായിട്ട് വർദ്ധിക്കുകയുള്ളൂ. Therefore, the monetary variables such as money supply and real variables such as output and employment, they believe that there is a dichotomy between monetary variables and അതുപോലെ തന്നെ and real variables such as output. Real variables ആണ് ഇതിനകത്ത് പ്രധാനം, that is output and employment. Therefore, real factors of production in deciding the real variables such as output and employment.
ഇവിടെ മോണിറ്ററി വേരിയബിൾസിന് വലിയ പ്രാധാന്യം, മണി വേരിയബിൾസിന് വലിയ പ്രാധാന്യമില്ല. മണിയുടെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ പ്രൈസസ്, ദാറ്റ്സ് ഓൾ. നമുക്ക് വേജസ് കിട്ടുമ്പോൾ നമ്മൾ സ്പെൻഡ് ഇറ്റ് കൂടുതൽ ആളുകൾ മേടിക്കാനുണ്ടെങ്കിൽ അതിന്റെ പണത്തിന് ഇത് ചെയ്യും. പക്ഷേ റിയൽ വേരിയബിൾസ് ആണ്. എന്തെല്ലാമാണ് റിയൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദി ഔട്ട്പുട്ട് ആൻഡ് റിയൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. സോ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അവർ പറയുന്നത് ഫ്രീ മാർക്കറ്റ് സിസ്റ്റമാണ് വിത്തൗട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. അപ്പൊ ലെസർ ഫെയറിന്റെ അർത്ഥം തന്നെ ഫ്രീ ട്രേഡ്, നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഈച്ച് വൺ ഈസ് പെർസീയിങ് ദെയർ ഓൺ ഇൻട്രസ്റ്റ്. ഞാൻ എന്റെ താല്പര്യം കൊണ്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോലീസ് ഡ്യൂട്ടിയാണ് ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത്. കാരണം എന്റെ താല്പര്യത്തിന്റെ പിന്നാലെ എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ലൈസൻസ് ഉണ്ട്, വേറെ ആൾക്ക് നിങ്ങൾക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്ക് കിട്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ റോഡിന്റെ നടുക്കൂടി മാത്രമേ ഓടിക്കോളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഓടിക്കണം. സോ വി ഹാവ് ടു റെസ്പെക്ട് അതേഴ്സ്. റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ക്ലാഷ് ഉണ്ടാവും, ഇൻഡിവിജ്വൽസ് തമ്മിൽ ക്ലാഷ് ഉണ്ടാവും. അപ്പോഴാണ് ആര് ഇടപെടേണ്ടത്? ഗവൺമെന്റ് ഇടപെടേണ്ടത്. Then output and employment in the classical system. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക. ശരി, പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം എനിക്ക് ഇതുപോലെ സാവധാനം പറഞ്ഞു പോയില്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പോർഷൻ തീർക്കില്ല. അതിന് ഒരു പ്രാവശ്യം ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് അധികം പോർഷൻ തീർക്കാൻ പറ്റിയിട്ടില്ല, അതെനിക്കറിയാം. അതിന്റെ കാരണം നമ്മൾ വളരെ സാവധാനം പോകും. ഒന്ന്, ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഡിസിഷൻ മേക്കിങ്ങിന് പ്രധാനമായിട്ട് ഒരു ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഒരു ഇക്കോണമിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ബിസിനസ് ഫേംസും ഇൻഡിവിജ്വൽസ് ആണ്. സോ അഗ്രിഗേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഓവർ ഫേംസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ടോട്ടൽ. അപ്പോ ഫേംസും ഔട്ട്പുട്ട് ഓവർ ദ ഫേംസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ടോട്ടൽ ഔട്ട്പുട്ട് ആൻഡ് ടോട്ടൽ എംപ്ലോയ്മെന്റ്. അപ്പോൾ ഒരു രാജ്യത്തിൽ മൊത്തമായിട്ട് എന്തുമാത്രം എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് ഉണ്ടോ അതെല്ലാം കൂടി കൂട്ടിയെടുക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ ടോട്ടൽ ഔട്ട്പുട്ടും അതേപോലെ തന്നെ ടോട്ടൽ എംപ്ലോയ്മെന്റ്. ഒരു രാജ്യത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഉൽപാദനം നടക്കുന്നുണ്ടോ അവിടുത്തെ മൊത്തത്തിലുള്ള ഉൽപാദനം, ഓരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന ഉൽപാദനം കൂട്ടിയെടുത്തിട്ടാണ് ടോട്ടൽ പ്രൊഡക്ഷൻ. ഓരോ യൂണിറ്റിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ലേബറിന്റെ കണക്കെടുത്തിട്ടാണ് ടോട്ടൽ എംപ്ലോയ്മെന്റ്. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? The supply of labor by individuals constitute the total supply of labor. ഏതെല്ലാം മേഖലകളിൽ ജനങ്ങൾ ജോലി ചെയ്യാനായിട്ട് റെഡിയാവോ ആ മേഖലകളിലെ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം എല്ലാം കൂടി കൂട്ടിയെടുക്കുന്നതാണ് ടോട്ടൽ സപ്ലൈ. അപ്പൊ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടോട്ടൽ സപ്ലൈ നമ്മൾ പറഞ്ഞു. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ എഴുതുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ? ഡിമാൻഡിന്റെ അകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഓർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്തുമാത്രം നമ്മൾ ഇൻപുട്ട് ഇടുന്നുവോ അതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്തുമാത്രം കുറവ് നമ്മൾ ഇൻപുട്ട് ഇടുന്നോ അത്രയും കുറവ് മാത്രമേ നമുക്ക്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഈസ് എ ടോട്ടൽ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് ലേബർ, ക്യാപിറ്റൽ ആൻഡ് കെ ഈസ് ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ ഫിക്സ്ഡ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. അപ്പൊ ഷോർട്ട് റണ്ണിൽ പിന്നെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മൾക്ക് ലേബറിൽ വ്യത്യാസം വരുത്തിക്കുകയും അതുപോലെ തന്നെ ടെക്നോളജിയിലൊക്കെ എന്തെങ്കിലും നിസ്സാര വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഔട്ട്പുട്ട് വേരീസ് അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ്. വൈ? ബിക്കോസ് ക്യാപിറ്റൽ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് ക്യാപിറ്റൽ കെ ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. കെ ബാർ മീൻസ് ഇറ്റ് ഈസ് കെപ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർസെപ്റ്റ്. ആ ഒരു ലെറ്ററിന്റെ മുകളിൽ ഒരു ബാർ ഇട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഇന്റർസെപ്റ്റ്. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ബാർ ഇട്ട് വരും ഇൻ ദ ഷോർട്ട് റൺ. സോ ഔട്ട്പുട്ട് വേരീസ്. അപ്പൊ എന്തുമാത്രം ലേബറിന് എന്തുമാത്രം വ്യത്യാസം വരുത്തുന്നോ അതനുസരിച്ച് ഷോർട്ട് റണ്ണിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ കയറ്റിയും ഇറക്കിയും മാത്രമേ ടോട്ടൽ പ്രൊഡക്ഷനിലും എംപ്ലോയ്മെന്റിലും വ്യത്യാസം വരുത്താൻ സാധിക്കുകയുള്ളൂ. The change in output due to an additional unit of labor is known as എന്താ നിങ്ങൾക്കറിയാലോ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അഡീഷണൽ യൂണിറ്റ് ആയിട്ടുള്ള ഒരു ലേബർ എംപ്ലോയ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇതൊക്കെ ഞാൻ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ മീൻസ് ഡെൽറ്റ. ആ ട്രയാങ്കിൾ പോലെ വെച്ചിരിക്കുന്നത് ഡെൽറ്റയാണ്. ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ.
delta change in output due to change in the amount of labor. അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇനി പറഞ്ഞു തരുന്നില്ല. Marginal productivity of labor is equal to the change in Y. Y stands for production and L stands for labor. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇത് വാട്ട് ഈസ് ഇറ്റ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ഇത് നമ്മൾ ലോസ് ഓഫ് റിട്ടേൺസിൽ നമ്മൾ ഈ ഡയഗ്രാം കണ്ടതാണ്. മനസ്സിലായോ? ആസ് വി ഇൻക്രീസ് ലേബർ without changing the other factors of production, as we increase in the initial stage, this is known as A is known as the point of inflection. Why? It is the total product is increasing at an increasing rate. That is the first stage. Second one, from A to B, even though total production is increasing, but the rate of increase is not as much as in the first stage. പക്ഷെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചാടിയുള്ള ഒരു ഇൻക്രീസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് സ്ലോലി. കണ്ടാ ആ ഇഴഞ്ഞ് കയറുന്ന കണ്ട. ഫസ്റ്റ് വൺ ഈസ് എ സ്റ്റീപ്പ് റൈസ്, then the second stage, then total product is increasing and it reaches at the point B ൽ വരുമ്പോൾ total product maximum വരും. അപ്പൊ താഴെ നോക്കിയേ, ടോട്ടൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഫേസിൽ ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ഇറ്റ് റീച്ചസ് ദ മാക്സിമം പോയിന്റ്. രണ്ടാമത്തേതിൽ A to B ൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ സ്റ്റാർട്ട്സ് ഡിക്രീസിങ്. മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, എന്താണ് നമ്മൾക്ക് ഓർക്കുന്നുണ്ടല്ലോ, വെൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് മാക്സിമം, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 0. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. Then when total product starts decreasing, അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ നമ്മുടെ ഇത് പ്രൊഡക്ഷൻ്റെ എന്താണ് പറഞ്ഞത്, ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ദ റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഗോസ് ഓൺ അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ആ സമയത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇറ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. സെക്കൻഡ് സ്റ്റേജിൽ A to B യിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യണമെങ്കിലും the growth rate is very slow. This slowly it is coming down and until it reaches the maximum point at B, total product is maximum. Okay, at that time the marginal productivity is 0. Then comes total product. When total productivity starts decreasing, then when we have got the diminishing returns, then the marginal productivity it will be negative. Okay, this is the relationship between, എന്താണ് നമ്മൾ പറയുന്നത്, it is the relationship between the total product and the marginal productivity of labor. Then labor demand എന്താണ്, കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ലേബർ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത്? വെറുതെ കാണാനില്ല അല്ലേ? അവരുടെ സേവനം ഉപയോഗിച്ച് നമുക്ക് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഡിമാൻഡ് ഫോർ ലേബർ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്, ഡയറക്റ്റ് ഡിമാൻഡ് അല്ല. കാരണം ഉദാഹരണമായിട്ട് പറയാൻ, ഒരു സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം, അവർക്ക് സിമെന്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? തൊഴിലാളികളെ വേണം. അപ്പൊ എന്തിനാണ് തൊഴിലാളികൾ എടുത്തിരിക്കുന്നത്? സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സിമെന്റ് ആണ്. നേരെ മറിച്ച് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? നമ്മളുടെ ലേബർ ആണ് ദ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ലേബർ ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ക്യാരീസ് ദ അഡ്വാൻറ്റേജ് ആസ് കമ്പയർഡ് ടു ക്യാപിറ്റൽ. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് ദ യൂണിറ്റ്സ് ഓഫ് ലേബർ എംപ്ലോയിഡ് കമ്പയർഡ് ടു ക്യാപിറ്റൽ. ലേബറിനെ സംബന്ധിച്ചത് പെട്ടെന്ന് മൂലധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹൗ ക്യാപിറ്റൽ ഈസ് ഫോംഡ്. ക്യാപിറ്റൽ ഈസ് ഫോംഡ് ഔട്ട് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓൾ ഓഫ് എ സഡൻ ഒറ്റ രാത്രി കൊണ്ട് ക്യാപിറ്റൽ മൂലധനം ഉണ്ടാകുന്നില്ല. അപ്പോ ആസ് എ ഫാക്ടർ ഓഫ് ലേബർ, ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട് വെൻ കമ്പയർഡ് വിത്ത് ക്യാപിറ്റൽ. എന്താണ് അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു ചേഞ്ച് ദ യൂണിറ്റ്സ് ഓഫ് ലേബർ ദാൻ ദ യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. ദെൻ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അവർ പറഞ്ഞത് there is a perfect competition in the market. Perfect competition പ്രത്യേകത എന്താണ്? Unlike monopoly, they are the price takers.
Monopoly ആണ് പ്രൈസ് മേക്കർ, ബട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കേഴ്സ് ആണ്. കാരണം ദേ കനോട്ട് ഡിസൈഡ് അപ്പോൺ ദ പ്രൈസ്. നിലവിലുള്ള വിലയിൽ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് എന്തുമാത്രം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. ലാഭമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് ഉൽപ്പാദിപ്പിക്കാം. നഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ എക്സിറ്റ് ദ ഫേം, എക്സിറ്റ് ദ ഇൻഡസ്ട്രി. അതുകൊണ്ടാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. എന്താണ്? ദർ ഈസ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. Then the choice of level of output and quantity used are one decision. The choice of output and quantity. എന്തുമാത്രം ലേബർ ഉപയോഗം, ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് റണ്ണിലാണ് പറയുന്നത്. ഷോർട്ട് റണ്ണിൽ നമുക്ക് ക്യാപിറ്റലിൽ പ്രത്യേകമായിട്ട് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റില്ല. ലേബറിന് വേണമെങ്കിൽ ഇച്ചിരി വ്യത്യാസം വരുത്താം. അപ്പോൾ എന്തുമാത്രം ഷോർട്ട് റൺ, എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, എന്തുമാത്രം തൊഴിലാളികൾ ഉപയോഗിക്കണം, ഇതെല്ലാം ഒരു കമ്പനി, ഒരു ഫേം എടുക്കേണ്ട ഡിസിഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി യഥാർത്ഥത്തിൽ എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ എന്തുമാത്രം തൊഴിലാളികളെ എടുക്കണമെന്ന് തോന്നുന്നത്? എ ഫേം വിൽ ഇൻക്രീസ് ഔട്ട്പുട്ട് അൺടിൽ ദ മാർജിനൽ കോസ്റ്റ്. ഇത് പറയുന്നുണ്ട ക്ലാസിക്കൽ ഇക്കോണമിക്സിന്, പെർഫെക്റ്റ് കോമ്പറ്റീഷന്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? എപ്പോഴാണ് ഒരു ഫേം പ്രൊഡക്ഷൻ നിർത്തുന്നപ്പോഴാണ്? വെൻ മാർജിനൽ കോസ്റ്റ്, അതായത് ഏറ്റവും അവസാനത്തെ തൊഴിലാളികൾക്ക് ചെലവാക്കുന്ന പൈസയും അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന അവസാനത്തെ യൂണിറ്റ് വിറ്റ് കിട്ടുന്ന പൈസയും തുല്യത എത്തുന്നവരെ. മാർജിനൽ റവന്യൂ, മാർജിനൽ ചെലവിനെക്കാട്ടിയും കുറവാണ് പിന്നെ വരുമാനമെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ നിർത്തും. കാരണം അയാൾക്ക് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുന്നതോടും അവർക്ക് നഷ്ടം വരും. അപ്പൊ എപ്പോഴാണ് ഒരു ഓൺട്രപ്രണർ, എപ്പോഴാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴാണ് പ്രൊഡക്ഷൻ നിർത്തുന്നത്? വെൻ marginal cost is equal to marginal revenue. അന്ന് മറക്കരുത് കേട്ടോ. Marginal cost is equal to marginal MR revenue. So MR is equal to marginal revenue means price. Marginal means ഏറ്റവും അവസാനത്തെ യൂണിറ്റ് വിൽക്കുന്ന വസ്തുവിന്റെ വില, ആവറേജ്, അതിനെ പറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത്. Therefore MC will be equal to the ratio of wage. Okay, marginal cost is equal to wage rate divided by the marginal productivity of labor. Don't forget this. ഇത് പലപ്പോഴും കയറി വരുന്നുണ്ട് അടുത്ത പ്രാവശ്യമായിട്ട്, അടുത്ത ഡയഗ്രാമിലൊക്കെ. അപ്പോൾ MC is equal to W, that is wage rate, divided by marginal productivity of labor. അപ്പോൾ as per the perfectly competitive market, price is equal to MC. ഇത് നമ്മൾ പറഞ്ഞു price is equal to MC. കാരണം MC is equal to MR. അപ്പോൾ MR is P. അപ്പോൾ MC, price is equal to MC. Therefore, P is equal to price is equal to W by MPL, that is marginal productivity of labor. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, W by P is equal to marginal productivity of labor. ഇതാണ് നമ്മുടെ W by PL is equal to marginal productivity of labor, that is equal to price, that is equal to MC. Okay, this is the thing that is being given here. The firm will hire up to the point where the additional output obtained by hiring one more unit of labor, that is the marginal productivity of labor, is equal to the wage rate or the price paid to the laborer. ഇതാണ് അതിനകത്ത് കാണിക്കുന്നതിൻ്റെ. This is the equilibrium point, and OL amount will be produced, and OP, the wage, when the wage rate is W by P, oil amount of labor will be produced, and A is the equilibrium point according to this diagram. Okay, now comes labor supply. What is labor supply? Individuals decide. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് ലേബർ സപ്ലൈയുടെ കാര്യം പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത്, ഒരാളുടെ വരുമാനം കൂടുമ്പോൾ കുറയുമ്പോൾ അയാൾ കഷ്ടപ്പെടുന്നു വരിക. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾക്ക് കിട്ടുന്ന ആ താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് കുട്ടികൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ജോലി കിട്ടിയിരിക്കുന്നത്, ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗിഫ്റ്റാണെന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സമ്പാദ്യം, ഒരു കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിധിയാണ് കുട്ടികൾ. എത്രയോ ആളുകൾ കുട്ടികളില്ലാതെ വലയുന്നുണ്ട്. അപ്പോൾ ഒരു നിധിയാണത്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. നല്ലോണം അവരെ ബ്രിങ്ങപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കണം. മനസ്സിലായോ? യു കനോട്ട് സ്റ്റാർവ് എ ഗൂസ് ആൻഡ് എക്സ്പെക്ട് ഇറ്റ് ടു ലേ ഗോൾഡൻ എഗ്സ്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ലേബർ സപ്ലൈ മീൻസ് ഇൻഡിവിജ്വൽസ് ഡിസൈഡ്, അല്ലെ? ആ ഇനിഷ്യൽ സ്റ്റേജിൽ പിന്നെ ഇത് കുറവാകുമ്പോൾ
വേജസ് കുറവാകുമ്പോൾ ചിലപ്പോൾ they will find it very difficult to make the both ends meet. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ശമ്പളമൊക്കെ കൂടി വർദ്ധിച്ച് കഴിയുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയ കഷ്ടപ്പെടുന്നത് എന്ന് കാര്യത്തിൽ അല്ലേ? അപ്പോൾ അവർ ഓവർ ടൈം ഒന്നും നിൽക്കൂല, തിരിച്ചു പോരും. പയ്യ എനിക്ക് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്യണം, ഐ വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് മൈ ചിൽഡ്രൻ ആൻഡ് മൈ ഫാമിലി എന്ന് പറയും. അപ്പോൾ ലിഷറിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയും. ഗൾഫിലൊക്കെ പോയേക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ ആവശ്യത്തിന് സമ്പാദിച്ചു, ഇനി എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് സന്തോഷിച്ച് ജീവിക്കാം. ഇവിടെ വരുമ്പോൾ മറിച്ചായിരിക്കും. കുട്ടികളെ നോക്കിന്ന് വരില്ല, അവർക്ക് അവരുടെ പൈസ മാത്രം മതി. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് നോക്കാൻ വലിയ താല്പര്യം, ഇതെല്ലാം വരും. അപ്പം ഐ നോട്ട് ഗോയിങ് ടു ദാറ്റ് പോയിന്റ്, ഐ നോട്ട് പ്രീച്ചിങ്. അപ്പം ഇവിടെ പറഞ്ഞത് എന്താണ്, നമ്മുടെ വരുമാനം കൂടുമ്പോൾ ജനങ്ങൾ ആദ്യം കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. പക്ഷെ വരുമാനം കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? they will think of leisure. 24 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്നതാണ്. കാരണം 100 രൂപ ഉണ്ടായുള്ളൂ. പക്ഷെ പെട്ടെന്ന് 150 ആയപ്പോൾ മനസ്സിലായോ? ആദ്യം 4 മണിക്കൂർ ആദ്യം 100 രൂപ ഉണ്ടായപ്പോൾ 4 മണിക്കൂറും ജോലി ചെയ്തു. അപ്പൊ അയാൾക്ക് 400 രൂപ കിട്ടി. മനസ്സിലായോ? 150 രൂപ വേജസ് 150 രൂപ കൂട്ടിയപ്പോൾ അയാൾ 6 മണിക്കൂർ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അയാൾക്ക് 900 രൂപ കിട്ടി. അപ്പൊ അയാൾക്ക് തോന്നി, എന്തിനാണ് ലെറ്റ് മീ ടേക്ക് സാറ്റർഡേ ഞാൻ ലീവ് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ സാറ്റർഡേക്ക് ജോലിക്ക് പോകുന്നില്ല, ലെറ്റ് മീ ടേക്ക് മൈ ഫാമിലി മെമ്പേഴ്സ് along with me for an outing or a short picnic or a short excursion. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ജോലി ചെയ്ത് ഇങ്ങനെ മനുഷ്യന്റെ ആയുസ് കളയുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ വരും. ഓക്കെ, ഇക്കണോമിക്സ് യൂസ് സിസ്റ്റം, ലിഷർ, ഇതൊക്കെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇൻകം ഈസ് മെഷേർഡ് ഓൺ ദി എക്സ് ആക്സിസ്. ഓക്കെ, റിയൽ ഇൻകം ഈസ് മെഷേർഡ് ഓൺ ദി എക്സ് ആക്സിസ്. അതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ. മാക്സിമൈസിങ് ദെയർ യൂട്ടിലിറ്റി, ഇൻഡിവിജ്വൽ ഡിസൈഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് വർക്ക് ടു പുട്ട് ഇൻ ആൻഡ് ദ എമൗണ്ട് ഓഫ് ലിഷർ ദേ എൻജോയ്. കാരണം ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് വർക്ക് ക്രിയേറ്റ്സ് ഡിസ്യൂട്ടിലിറ്റി. നമുക്ക് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അണീസിനെസ് ഉണ്ട്, ബേർഡൻ ഉണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ചിലപ്പോൾ ജോലി ചെയ്യണം. ചിലപ്പോൾ പ്രൈവറ്റ് ഫാമാണെങ്കിൽ ബോസ് പറയും 10 മണിക്ക് പോയച്ചാൽ മതി എന്ന് പറയും, ഇന്നത്തെ വർക്ക് തീർന്നു പോയച്ചെന്ന് പറയും. അപ്പം നമുക്ക് മനസ്സിലായി വീട്ടിൽ ചെല്ലണം. ഇതൊക്കെ ഉണ്ട്. ഇക്കോണമിസ്റ്റ് യൂസ് ദ ടേം ലിഷർ ടു ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ സോ ഓഫ് ദ ജോബ്. ഓൺ ദ ജോബ് അല്ല, ജോബ് ചെയ്യാത്ത സമയത്തുള്ള ഇതിന് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, സ്പെൻഡിങ് ടൈം, ഇതിനൊക്കെ പറഞ്ഞത് എന്താണ് ലിഷർ എന്നാണ് പറയുന്നത്. There is a trade-off between income and leisure as income is earned through work which in turn reduces leisure time. അപ്പൊ ഇൻകം വർദ്ധിക്കുന്നതോറും അല്ലെങ്കിൽ കൂടുതൽ സമയം വർക്കും തോറും അപ്പൊ there is a trade-off, means there is a relationship between income and leisure. കാരണം കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഞാനിവിടെ ഉദാഹരണമായിട്ട് 24 മണിക്കൂറും ജോലി ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. അവിടെ അവർക്ക് ലിഷർ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ആളുകൾ they will choose a combination in which they go for work, they get sufficient amount to live in, and at the same time they should not forget the leisure of their family members. The real income is measured on the x-axis. അത് ഇതിന്റെ അടുത്ത ഡയഗ്രാമാണ് കേട്ടോ. റിയൽ ഇൻകം ഈസ് മെഷേർഡ് ഓൺ ദി x-axis. Real income and real income or real wage is measured on the y-axis. 4.3 അല്ലേ? യെസ്, 4.3. അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? റിയൽ ഇൻകം ഈസ് ഈക്വൽ ടു ദ റിയൽ വേജ്. റിയൽ ഇൻകം മീൻസ് യഥാർത്ഥത്തിൽ കിട്ടുന്ന വേജ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് അവേഴ്സ്. ഇപ്പോൾ 1 മണിക്കൂറിന് ഇപ്പോൾ അമേരിക്ക അതേപോലത്തെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ മണിക്കൂറുകൾക്ക് പൈസ. 1 മണിക്കൂറിന് 100 രൂപ കിട്ടുകയാണെങ്കിൽ ദെൻ റിയൽ വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂർ ചെയ്തെങ്കിൽ 100 × 8, അപ്പോൾ 800 രൂപ അവർക്ക് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ദി എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ the indifference curves are labeled as U1, U2, U3. Points on this indifference curve give various combinations of income and leisure which give equal satisfaction to them. ഇത് നിങ്ങൾക്കറിയാം, U1, U2, U3, they are the indifference curve. Then ഈ 24-hour leisure or work hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവർ ഡിവൈഡ് ചെയ്യാൻ either they can go for work or they can go take leisure. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രൈസ് ലൈനാണ്. ഈ സ്ട്രേറ്റ് ലൈൻ എല്ലാം നമ്മൾ പറയുന്നത് ABC 24 hours-ലേക്ക് കൊണ്ടുവന്ന് ഇത് എഴുതുന്ന ABC, they are all price line, and price line is tangent to the indifference curve, and they are having
different level of satisfaction. And higher indifference curve gives higher level of satisfaction. Lower indifference curve gives lower level of satisfaction. And a lower level will give you lower level of satisfaction. And therefore now they can decide. ഒരു ദിവസം 24 മണിക്കൂറാണ് അവർക്കുള്ളത്. ആ 24 മണിക്കൂറിൽ നിന്ന് എത്ര സമയം ജോലി ചെയ്യണം, എത്ര സമയം ഡിസിഷൻ എടുക്കണം. മനസ്സിലായോ? സോ ദേ വിൽ ദ സപ്ലൈ ഓഫ് ലേബർ ഇറ്റ് ഈസ് എ വെരി വെരി എന്താണ് ഒരു ടെക്നിക്കൽ പോയിന്റ് ആണുള്ളത്. കാരണം പൈസ കിട്ടുന്ന വെച്ചാൽ എല്ലാവരും ജോലി ചെയ്യില്ല. ചില ആളുകൾ ജോലി ചെയ്യാൻ പോകാൻ മടിക്കുന്നുണ്ട്. എൻ്റെ കാരണം എന്താണ്? കാരണം എന്താ? ഇപ്പോഴത്തെ വേജ് റേറ്റിന് ജോലിക്ക് പോയാൽ 200-300 കിട്ടും. അതുകൊണ്ട് ഒന്നും ആവില്ല. അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് യാത്ര പഠിക്കാം, ഞാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ഒരു പ്രചോദനം വേണം, ഒരു വരുമാനം വേണം. പക്ഷെ വരുമാനം ഗണ്യമായിട്ട് കൂടിക്കഴിയുമ്പോൾ then people think of having leisure. അതുകൊണ്ടാണ് സപ്ലൈ ഓഫ് ലേബർ കർവ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? ലേബർ സപ്ലൈ ഈസ് an upward sloping curve. പക്ഷെ ലേബർ സപ്ലൈയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സപ്ലൈ കർവിൽ there will be a backward sloping supply curve എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ റിയൽ വേജ് റേറ്റ്, അവേഴ്സ് ഓഫ് വർക്ക്. ഓക്കെ വേജ് റേറ്റ് കൂടുന്നതനുസരിച്ച് അവേഴ്സ് ഓഫ് വർക്ക് അതനുസരിച്ച് ഗണ്യമായിട്ട് കൂടുകയും ചെയ്യും. പക്ഷേ വേണ്ട സപ്ലൈ കർവ് വേണ്ട. മേ തിങ്ക് ഓഫ് ഹാവിങ് ടേക്കിംഗ് സം ലിഷർ. ദാറ്റ് ഈസ് ഇറ്റ് ഗിവൺ. ദെൻ 3 budget lines given in 4.3 are different real wage rates. The bottom level is ഈ ഞാൻ ഇത് പറയാനായിട്ടാണ് പറഞ്ഞത്. ഓക്കെ that is plus point, and the positive sign is plus in the above equation indicates that the labor supply increases as real wage increases. So labor supply is a function of W by wage by price. And അവിടെ ഒരു പോസിറ്റീവ് ഇട്ടിട്ടുണ്ട്. ആ പോസിറ്റീവ് സൈൻ എന്താണ് കാണിക്കുന്നത്? ഇത് equation indicates that the labor supply increases as real wage increases. അല്ലേ? വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പല ആളുകളും ജോലിക്ക് പോകാതിരുന്ന വെച്ചാൽ പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ട്, ഇൻകം ഇഫക്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ബോത്ത് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ട്, ഇൻകം ഇഫക്റ്റ് ഉണ്ട്. ആസ് വേജ് റേറ്റ് ഇൻക്രീസസ് എ പേഴ്സൺ വർക്ക്സ് ഫോർ മോർ നമ്പർ ഓഫ് അവേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അത് ലിസ്റ്റർ എടുക്കുന്നില്ല. ഹി വർക്ക്സ് ഫോർ മോർ അവേഴ്സ്. Similarly, lower wage rate would discourage the person from work, and income of an individual depends upon the number of working hours. ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ 100 രൂപയുടെയും 900 രൂപയുടെയൊക്കെ കാര്യങ്ങളൊക്കെ 150 രൂപ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ വിത്ത് ദിസ്. Then equilibrium level of output and employment. ഇതിനകത്ത് നമ്മൾ 3 സിസ്റ്റമാണ്, 3 പിന്നെ ഇക്വേഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് നമ്മൾ. ഒന്ന്, പ്രൊഡക്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് കെ ബാർ ഈസ് എ ക്യാപിറ്റൽ. ദെൻ ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വെയ്റ്റ്, W by P ഈസ് ദ വേജ് റേറ്റ്. മൈനസ് ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് W by P, അവിടെ പ്ലസ് ഉണ്ട്. ഓക്കെ, ഡിമാൻഡ് ഫോർ ലേബർ. ഓക്കെ, this is the demand for labor, and this is the supply of labor, and we have got the real wage W by P, and employment we have got up to OL. And here also when the production is, or when the output or the employment is OL, the output is OYO. That is Y is a function of K bar plus a K bar into that is L. That means it is a capital and labor. ഇതാണ് അവർ പറയുന്നത്. Then output and employment are dependent upon the exogenous factors. What are these exogenous factors? Exogenous outside factors. Internal factors എന്ന് പറഞ്ഞത് they are known as exogenous factors, and അതുപോലെ തന്നെ endogenous factor. Endogamy means endogenous factors means the companyയുടെ within ആയിട്ട് ഉണ്ടാകുന്നത് exogenous outside factors. Exogenous factors are the determined outside the model, while endo symbol to identify the exogenous model. അപ്പോൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ടിനെയും സ്വാധീനിക്കുന്ന ഔട്ട്സൈഡ് ആയിട്ടുള്ള ഘടകങ്ങൾ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു ലേബർ ഡിമാൻഡ്, ലേബർ സപ്ലൈ ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് 3 നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ ലേബർ ഡിമാൻഡ്, മനസ്സിലായോ, ലേബർ സപ്ലൈ ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഈ 3 കാര്യങ്ങൾ നമ്മൾ
Yes. We have used labor demand, labor supply, and production function in order to determine the output and employment. Therefore, any variable that affects the labor supply, labor demand, and the production function will in turn affect the level of output and employment. Appa, any variable, endogamous variable ആണെങ്കിലും exogamous variable ആണെങ്കിലും any variable that affects labor supply, labor demand, and production function, ഇത് മൂന്നെണ്ണത്തിന് ഏതെങ്കിലും ഫാക്ടേഴ്സ് വേരിയബിൾ അഫക്റ്റ് ചെയ്യണമെങ്കിൽ അത് it will in turn affect total production and also level of employment. ഈ വേരിയബിൾസിന് ഈ മറ്റ് എൻഡോജനസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടോ എൻഡോഗമസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടോ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ ടോട്ടൽ എംപ്ലോയ്മെന്റിനെയും ടോട്ടൽ പ്രൊഡക്ഷനെയും ടോട്ടൽ എംപ്ലോയ്മെന്റിനെയും ഗണ്യമായിട്ട് തന്നെ അത് സ്വാധീനിക്കുകയും ചെയ്യുകയും ചെയ്യും. ഇൻ ദ ലോങ് റൺ if there is a change, നമ്മൾ പറഞ്ഞു ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ലേബർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇനി ലോങ് റണ്ണിൽ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യണേ there will be a shift in the production function. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. So if there is a change in technology, the production function also will shift. അപ്പൊ ടെക്നോളജിയിലോ പ്രൊഡക്ഷൻ ക്യാപിറ്റലിലോ എന്തെങ്കിലും നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ കാര്യം തുടങ്ങിയത് ഇങ്ങനെയാണ്. കാരണം ഷോർട്ട് റണ്ണിൽ ലേബർ മാത്രമേ വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ, ക്യാപിറ്റലും ടെക്നോളജിയിലും വ്യത്യാസം വരുത്താൻ പറ്റില്ല. Now let us take the long term. ലോങ് ടേമിൽ നമ്മൾ ലേബർ മാത്രമല്ല ക്യാപിറ്റലും ടെക്നോളജിയിലും വ്യത്യാസം വരുത്തിയാണ്. അപ്പോൾ അവരെന്താ പറയുന്നത്? if there is a change in case of a shift in the production function, the marginal productivity of labor will also change, which will shift the demand curve for labor. Then labor supply curve, however, would depend upon the different set of variables. എന്തുകൊണ്ട് ലേബർ സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ്? സൈസ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ഫോർ മോർ ലീഷർ, ഇതെല്ലാം അവർ ലേബർ സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് കാരണം ദ ലെവൽ ഔട്ട്പുട്ടും ആ ഒരു ഇക്കോണമിയിലെ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. അപ്പോൾ ഡിമാൻഡ് സൈഡ് അവർ എടുക്കുന്നില്ല. ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിമാൻഡ് ഫോർ ലേബർ അവർ എടുക്കുന്നില്ല. ഓക്കെ, this sentence is very important. The level of output and employment are dependent upon only the supply side factors. Then ഇതിനകത്ത് ഓക്കെ LS P1, L2 P2, 2P1, L means supply of labor, supply curve, demand curve, LD P1, LD 2P1, LD 3P2. Okay, where LS is a function of supply of labor is a function of W by P. ഞാൻ പറഞ്ഞു ഇതിന്റെ ഇത് നിങ്ങൾ മറക്കരുത്, ഈ ഒരു ഇക്വേഷൻ മറക്കരുത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. LS supply of labor, it is a function of W by P, and here demand for labor is a function of also W by P, where there is the equilibrium, where when the wage rate is W1 by P, the real wage rate is the demand for labor is the equilibrium for labor, the demand and supply of labor is OEL1. That means the proportion increases or decreases in both money wages and real wages leave the labor supply unchanged. So labor supply will be whether the proportion of decreases in both money wages price level proportion decrease ചെയ്യുകയാണെങ്കിൽ the supply of labor will not be changed, or it will remain unchanged. അപ്പോൾ looking at the demand side, W by P is equal to നമ്മൾ പറഞ്ഞു marginal productivity of labor, where W and marginal productivity of labor is into price. ഇനി അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അഗ്രിഗേറ്റ് സപ്ലൈ കർവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറയും the aggregate supply, the demand curve will make any difference. These factors did not. Keynesian system. Okay. And then aggregate, if you take money wage as a given while deciding its level of
the firm will take money wage. Number money is used for only for as a medium of exchange and in deciding the level of output. It indicates that the amount of thus it turn indicates the amount of money. In the matter labor labor but demand for labor it is only the supply side we are taking into. There are many firms. One firm's decision will not have any effect on the money wage level. As ധാരാളം കമ്പനികളുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ decision will not affect on the money wage level. As money wage is fixed, the output supply curve for the firm is positively stopped. Output money wage fixed ആയത് കാരണം prices, it will encourage the producers to produce more and higher prices lead to more output. കാരണം എന്താണ് റിയൽ വേജ് റേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നില്ല. At the economy level, however, we cannot assume that money wage rate is fixed. Overall, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം it is not necessarily be true. Money wage rate must adjust in order to maintain the equilibrium between demand and supply of labor. അപ്പോൾ മണി വേജ് റേറ്റ് കാര്യത്തിൽ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം only real wage rate ആണ്. അവർ പറഞ്ഞ റിയൽ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ will automatically take place. കാരണം എന്താണ് real wage rate il vyathyasamiല്ല. But we have to take into consideration both the money wage rate and adjust in order to maintain equilibrium between supply and demand for labor. Okay. The supply of labor is always a vertical straight line. Whether it is aggregate price level P ആണെങ്കിലും the amount produced is Y1, Y2. It is a vertical straight line. Whether it is P2P1, then the supply curve is one and the same, that is Y1, YS. Then the aggregate price level 3 P1 പോയിട്ടുണ്ടെങ്കിലും then the classical aggregate supply curve will be a vertical straight line. Then the Keynesian system. ഇനി ഇതിനകത്ത് നമ്മൾ വേവാട്ടോ the Keynesian. ഇത്ര നാൾ നമ്മൾ പറഞ്ഞ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. അപ്പൊ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് മനസ്സിലായോ, അതിന് വിപരീതമാണ് ഇനിയിപ്പോൾ നമ്മളുടെ കെയ്ൻസ് പറയാൻ പോകുന്നത്. അപ്പൊ ക്ലാസിക്കൽ വ്യൂവിൽ സെയ്സ് പറയുന്നത് സെയ്സ് ലോ മാർക്കറ്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പിന്നെ പ്രൈസും വേജ് റേറ്റും ഫ്ലെക്സിബിൾ ആണ്, ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഓൾവേസ്, ആൻഡ് ദർ ഇസ് അൺഎംപ്ലോയ്മെന്റ് ഇല്ല, ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ, ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോഴ്സസ് ലീഡ് ടു ഒപ്റ്റിമം കണ്ടീഷൻ ഓഫ് അവർ ഇക്കോണമി. പക്ഷേ ഈ സമയത്താണ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1930. ഈ വിശ്വാസങ്ങൾക്കെല്ലാം മാറ്റം മറിച്ചുകൊണ്ട് 1900 അല്ലെങ്കിൽ ഈ അന്നത്തെ പിന്നെ സിദ്ധാന്തങ്ങൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട്, കാരണം എന്താണ്, കാരണം ഈ ഗ്രേറ്റ് ഡിപ്രഷൻ 1929, 32, 33 ഈ സമയത്തല്ല ഇപ്പോഴും ലോകം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഡിപ്രഷനാണ് ദ വേൾഡ് ഡിപ്രഷൻ ഓഫ് 2029 എന്ന് പറയുന്നത്, ഓർ ഇൻ ദ 30s. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പരിഹാര മാർഗം ഇവര് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ തിയറികൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഫലിച്ചില്ല. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് കെയ്ൻസ് അറ്റ് ദിസ് പോയിന്റ് കെയ്ൻസ് പ്രൊവൈഡഡ് ആൻഡ് ഓൾ ടുഗദർ ഡിഫറെന്റ് ഇൻസൈറ്റ് ഇറ്റ് ഇസ് എ പ്രോബ്ലംസ് കൺഫ്രണ്ടിങ് ഇതാണ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഞാൻ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റിയില്ല. കാരണം എന്താണ്, 1930 അൺഎംപ്ലോയ്മെന്റ് ഭയങ്കര കൂടുതലായിരുന്നു, ദാരിദ്ര്യം ഉണ്ടായി, ഇൻസെക്യൂരിറ്റി ഉണ്ടായി എമംഗ് ദ ഹൗസ് ഹോൾഡ്സ്. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കെയ്ൻസ് came forward with certain suggestions. ഒന്നാണ് പിന്നെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നതാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. കെയ്ൻസ് പറഞ്ഞ അങ്ങനെയല്ല, ഡിമാൻഡ് അതിന്റെ ഓപ്പോസിറ്റ്, ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. കാരണം ജസ്റ്റ് ഓപ്പോസിറ്റ് വേ. കാരണം എന്താണ്, ആളുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദിപ്പിക്കും.
അപ്പോൾ അത് സപ്ലൈ ഉണ്ടായി. അപ്പോൾ ഡിമാൻഡ് നോട്ട് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ദെൻ റിജിഡിറ്റീസ് ഇൻ പ്രൈസസ് ആണ്. നമ്മൾ പറഞ്ഞു പ്രൈസസ് ആർ പിന്നെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു. പ്രൈസസും വേജ് റേറ്റ് എല്ലാം ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. അത് കാരണം ഏത് സമയത്ത് വേണം ഇക്വിലിബ്രിയം എത്തുന്നത്. അതല്ല പറയുന്നത്. there is rigidities in prices and wage rate because prices and wage rate are flexible as suggested by classical economists. Suppliers or have a monopoly power. Perfectly competitive markets do not exist. Therefore, there are several contracts which do not allow immediate revision of prices. അപ്പോൾ റിജിഡിറ്റീസ് പെട്ടെന്ന് സാധനങ്ങളുടെ വിലയൊന്നും വ്യത്യാസം വരുത്താൻ പറ്റിയൊന്നുമില്ല. വേജ് റേറ്റിന് ഒരു കോൺട്രാക്ട് ഉണ്ടാവും, 10 വർഷത്തേക്ക് ഒരു വേജിന്റെ കോൺട്രാക്ട് ഉണ്ടാവും. അപ്പൊ ആ വേജിന്റെ കോൺട്രാക്റ്റിൽ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പ്രൈസസും വേജ് റേറ്റും റിജിഡ് ആണ്. മറ്റൊരു പറഞ്ഞ അങ്ങനെയല്ല. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറഞ്ഞത് ഫ്ലെക്സിബിൾ ആണ്. ഇദ്ദേഹം പറഞ്ഞ അങ്ങനെ റിജിഡ് ആണ്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഒരു രാജ്യമാണ്, ആ രാജ്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. പക്ഷേ കാരണം ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. കെയ്ൻസ് പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അത് കാരണം പീരിയോഡിക് ആയിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അത് എന്ത് ചെയ്യണം? അത് ഗവൺമെന്റിന് വേണമെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയാണ് ഗവൺമെന്റ് ഇന്റർഫിയൻസ് ചെയ്യുന്നത് അല്ലെ? കെയ്ൻസ് പറയുന്നത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് ഗവൺമെന്റിന് മിനിമം റോളാണ്. പക്ഷെ കെയ്ൻസ് പറഞ്ഞ അങ്ങനെയല്ല. ഗവൺമെന്റ് ഹാസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ദ ഇക്കോണമി. എന്താണ് ആക്റ്റീവ് റോൾ? ഇഫ് ദർ ഇസ് ലാർജ് സ്കെയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ ദ ഗവൺമെന്റ് ഷുഡ് പമ്പ് ഇൻ മോർ മണി ഇൻ ടു സർക്കുലേഷൻ. അപ്പോൾ കുറെ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണം, അതേപോലെ തന്നെ കുറെ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യണം, ഹൈവേ കൺസ്ട്രക്ട് ചെയ്യണം. ഇതെല്ലാം ഈ പണം ഇങ്ങനെ വെളിയിലിട്ട് ഇറങ്ങുമ്പോൾ ഈ പണമെല്ലാം വിവിധ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥതയിൽ എത്തിച്ചേരും, ഇക്കോണമി മൂവ് ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു മാന്യം ഉണ്ടായിട്ട്, അതാണ് കെയ്ൻസ് പറയുന്നത്. അല്ലാതെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് പോലെ മാറി നിൽക്കുകയല്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്തത് ഞങ്ങളൊന്നും നോക്കുന്നില്ല. ഇനി വല്ല ഇടിയുണ്ടെങ്കിൽ എൻ്റെ അടുത്തിട്ട് വാ, ഞാൻ എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാം, രാജ്യത്തിന് ഞങ്ങൾ സംരക്ഷിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ല. ഗവൺമെന്റിന് ആക്റ്റീവ് റോളുണ്ട്. പർട്ടിക്കുലർലി വെൻ ദർ ഈസ് പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ്. ഇൻഫ്ലേഷൻ ഉള്ളപ്പോഴും അതുപോലെ തന്നെ നിയന്ത്രിക്കണം. ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ, പണപ്പെരുപ്പം ഉള്ളപ്പോൾ പ്രധാനപ്പെട്ട വലിയ വലിയ ജോലികളൊന്നും ഏറ്റെടുക്കരുത്. റോഡ് കൺസ്ട്രക്ഷന് പോകരുത്. മനസ്സിലായോ? പഴയ കടങ്ങളൊക്കെ ആ സമയത്ത് കൊടുത്തു തീർക്കണം. ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. അഗ്രിഗേറ്റ് ഡിമാൻഡ്. ദെൻ അഗ്രിഗേറ്റ് സപ്ലൈ കെയർ. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കോണമിസ്റ്റ്, അഗ്രിഗേറ്റ് സപ്ലൈ കെയർ ഈസ് ഞാൻ ഇതാണ് തപ്പിയത്. അഗ്രിഗേറ്റ് സപ്ലൈ കെയർ വെർട്ടിക്കൽ ആയിരിക്കണം. പക്ഷേ കെയ്ൻസ് പറയുന്നത് ഇൻ ദ ഷോർട്ട് റൺ, അക്കോർഡിംഗ് ടു കെയ്ൻസ് ഷോർട്ട് റൺ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവർ ഷോർട്ട് റണ്ണിൽ ഇത് പിന്നെ ഷോർട്ട് റണ്ണിൽ ലേബർ ഫ്ലെക്സിബിൾ ആണ്, പിന്നെ നമ്മുടെ വേജ് റേറ്റ് ഫ്ലെക്സിബിൾ ആണ്. മനസ്സിലായോ? ക്യാപിറ്റൽ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഷോർട്ട് റൺ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇൻ ദ ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് ഹൊറിസോണ്ടൽ. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറഞ്ഞത് ഇറ്റ് ഈസ് വെർട്ടിക്കൽ. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇഫ് ദ അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഇക്കോണമി ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്, then the supply curve in the economy will be എന്താണ്? It will be a horizontal straight line. An implication of the above is that increase in aggregate demand will result in increase in output and without increasing prices. ഇതാണ് നമ്മുടെ കെയ്ൻസിന്റെ പ്രധാനമായിട്ടുള്ള ഇത്. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് കുറച്ചും കൂടെ വായിച്ചു നോക്കുക. കാരണം കുറെ ഈക്വേഷൻസ് ഒക്കെ വന്ന കാരണം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇപ്പോൾ വായിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് തിങ്കളാഴ്ച ഉണ്ടായിരിക്കും. 1-2 ചാപ്റ്റേഴ്സ് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.